മക്കളെ നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഇത് നമ്മൾ ചെറു റിവിഷൻ അല്ലേ പറഞ്ഞത്? നമ്മുടെ അക്ഷരച്ചെടി അതിമനോഹരമാണ് അല്ലെ? അതിനേക്കാൾ മനോഹരമാണ് അതിന്റെ താഴ്ഭാഗം. നമ്മളിവിടെ ഒരു ക്രോസ് ഷേപ്പാണ് നമ്മൾ പറഞ്ഞു തന്നത് അല്ലെ? 1s, മുകളിൽ 2s, റൈറ്റിൽ 6r, ലെഫ്റ്റ് 3l. 1s എന്ന് പറഞ്ഞാൽ ആ. 36 വ്യഞ്ജനങ്ങളും ആ എന്ന അക്ഷരത്തിലാണ്. 6r ചിഹ്നങ്ങളുള്ള 6 സ്വരാക്ഷരങ്ങൾ. ആ, ഇ, ഈ, ഉ, ഊ, ഋ. ചിഹ്നങ്ങളോ? ദീർഘം, വള്ളി, കെട്ടുവള്ളി, ഉകാരം, ഊകാരം, ഋകാരം. ഇടത്തോട്ട് 3 നമ്മുടെ മലയാള അക്ഷരത്തിൽ ആകെ ഇടതുഭാഗത്ത് ചിഹ്നമുള്ള 3 അക്ഷരങ്ങളേ ഉള്ളൂ. ഏത് ശബ്ദം? എ, എ, ഐ. പുള്ളി, കെട്ടുപുള്ളി, ഇരട്ടപ്പുള്ളി. അടുത്തത് ഓ, ഓ. അവിടെ 2 പൂക്കളാണ്. പൂക്കളുടെ പ്രത്യേകത എന്താ? ഇടതും വലതും ചിഹ്നങ്ങൾ. ഇടത് പുള്ളി, വലത് ദീർഘം. ഓ ശബ്ദത്തിന് ഇടത് കെട്ടുപുള്ളി, വലത് ദീർഘം. നമ്മള് ത നോക്കി പോയിക്കേ. ത, താ, തി, തീ, തു, തൂ, തൃ, തെ, തേ, തൈ, തൊ, തോ. അവിടെ വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഓടിച്ചിട്ട് ഒന്ന് വാക്കുകളും വാചകങ്ങളായിട്ട് ചെറിയൊരു ഓട്ടപ്രദക്ഷിണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അക്ഷരങ്ങളിലെ നമ്മള് ചില്ലക്ഷരങ്ങൾ മാത്രമേ പുറത്തുനിന്ന് എടുക്കുള്ളൂ. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ചില്ലക്ഷരങ്ങൾ മാത്രം. ചിഹ്നങ്ങളോ? അനുസ്വാരമില്ല, വിസർഗമില്ല, ചന്ദ്രകലയുള്ള കൂട്ടക്ഷരവുമില്ല. പിന്നെ എന്ത് ചേർക്കാം? ഓരോ സ്റ്റെപ്പ് കയറും തോറും തൊട്ട് താഴെയുള്ള സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതും കൂടി ആഡ് ചെയ്ത് മുകളിലേക്ക് പോകാം. അപ്പൊ ആ എന്നതിൽ നമുക്ക് ഒരു ചിഹ്നവുമില്ല. ആ കൊണ്ടുള്ള വാക്കുകളോ? അറ, അര, അരണ, അവൻ, അവൾ. ആ തന്നെ മുൻപില്. ഇനി മറ്റു വ്യഞ്ജനത്താലോ? വടകര, ശരവണൻ, കലവറ. ഒരു വാചകം പറഞ്ഞാലോ? അവനവൻ തൻ തലവര. ഓരോരുത്തർ അവരവരുടെ തല വരക്കാൻ. അവനവൻ തൻ തലവര, തല വരക്കാൻ. അപ്പൊ ആ കഴിഞ്ഞു. ഇനി അടുത്തത് ആ. ആ വെച്ച് വരുമ്പോ ആ തുടക്കം ആ വെച്ചുള്ള വാക്ക്. ആന, ആല, ആശാൻ. എന്താണ് അവിടെ ഷാ വന്നത്? ദീർഘം. ആ ശബ്ദം വന്നു, ദീർഘം വന്നു. താമര, പാര, പാവ. ഒരു വാക്ക് പറയണമെങ്കിലോ? അവനവൻ തൻ ഛായ വര. ഓരോരുത്തർ അവരവരുടെ പടം വരക്കാൻ. ഛായ, മുഖഛായ. അവനവൻ തൻ ഛായ വര. അവിടെ വന്നില്ലേ? പുറകിലോട്ട് ഒരു ചിഹ്നം ഇല്ലാത്തത് കൊണ്ട് ആ ചിഹ്നം മാത്രം. ഇനി ഈ ആണെങ്കിലോ? ഈ വെച്ചിട്ടുള്ള ശബ്ദം ഇല, ഇര, ഇണ, ഇതിൽ. അവിടെ എന്താ വന്നത്? ഈ ശബ്ദം ഇതിൽ. തായ്ക്ക് വള്ളി ഇട്ടു. അപ്പൊ ഈ ശബ്ദം കൊടുക്കാൻ വള്ളി. വലതുഭാഗത്ത് വള്ളി, ഇതിൽ. ചിരി, പിരി, ചിതൽ, മിറർ. വാചകമാണെങ്കിലോ? സിനിമാ നടി, പാടി. 2 ചിഹ്നം മതി, ദീർഘവും പള്ളി മതി അല്ലെ? ഇനി ഈ, ഈറ, ഈശൻ. ഈ വെച്ചിട്ടുള്ള വാക്ക്. അതിന്റെ ചിഹ്നമോ? കെട്ടുവള്ളി, വലതുഭാഗത്ത്. ചീര, പീര. ഒരു സെന്റൻസ് ആണെങ്കിലോ? മാലകൾ കീശയിൽ. ആ, ഇ, ഈ ഉണ്ട് അല്ലെ? മാലകൾ കീശയിൽ. അടുത്തതെന്താ? ഉ. ഉ വരുമ്പോ ഉ വെച്ചിട്ടുള്ള വാക്ക് ആദ്യം. ഉമ, ഉറി. മറ്റുള്ള ചിഹ്നം എടുക്കാലോ നമുക്ക്. ഉറി. ഉരൽ, ഉകാരം അല്ലെങ്കിൽ കുനിപ്പ്. എന്തെടുക്കാം? മുറി. തുണ, തുളസി. ഓക്കെ. വാചകമാണെങ്കിലാ? പനിനീർ നുണയാൻ വരവായി. ആരാണെന്നൊന്നും പറയണ്ട. പനിനീർ നുണയാൻ വരവായി. എല്ലാ അക്ഷരവും ഉണ്ട്. പനിനീർ. ആ, നുണയാൻ ആ ഉണ്ട്. പനിനീറിൽ ഈ ഉണ്ട്. നുണയാൻ ഉകാരമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഊകാരം അല്ലെങ്കിൽ കെട്ടുകുനിപ്പ്. ഊ വെച്ചിട്ടുള്ള
ഊമ, ഊതി. അപ്പൊ നമ്മൾ ചിഹ്നം കൊടുക്കാനാണെങ്കിലോ കെട്ടുകുനിപ്പ് അല്ലെങ്കിൽ ഊകാരം. പൂര, പൂരി, തൂൺ, മൂൺ, ചൂരൽ. വാചകമാണെങ്കിലോ തീയൂതിയൂതി സുരഭിവാടി. തീയൂതിയൂതി, തീ ഇങ്ങനെ ഊതില്ലേ കുഴലും കൊണ്ട്. തീയൂതിയൂതി സുരഭി വാടി. വാടി എന്ന് വെച്ചാൽ ക്ഷീണിച്ചു എന്നുള്ള അർത്ഥം കേട്ടോ. അടുത്തത് ഋ. ഋ ആറാമത്തെ 6R അവസാനത്തെ ആള് അല്ലെ. ഋഷി, ഋതു, ഋ വെച്ചിട്ടുള്ള വാക്കുകളാണ്. ഇനി നമ്മൾ അതിന്റെ ചിഹ്നം വെക്കുമ്പോ ചിഹ്നം ഏതാ? ഋകാരം അല്ലെ. മൃഗശാല, മൃഗശാല. തൃഷ. വാക്കാണെങ്കിലോ സുഖജീവികൾ മൃതരാണിയൂഴിയിൽ. സെന്റൻസ് ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. ഈ സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാർ പല ആൾക്കാരെ കൊണ്ട് വലിയ ഗുണം ഉണ്ടാവില്ല. അവർ സുഖിക്കുക അത് മാത്രമുള്ള ഒരു ലക്ഷ്യം. സുഖജീവികൾ മൃതരാണി ഭൂമിയിൽ. എല്ലാ ചിഹ്നവും ഉണ്ട്. സുഖ എന്ന് പറഞ്ഞപ്പോ ആ വന്നു. മൃതരാണി ആ വന്നു. ജീവികൾ ഈ രണ്ട് ചിഹ്നങ്ങൾ അവിടെ ഉണ്ട്. സുഖത്തില് ഉകാരവും വന്നു. മൃതരാണിയൂഴിയിൽ അവിടെ ഊകാരവും വന്നു. മൃതരാണി ഋകാരവും വന്നു. സുഖജീവികൾ മൃതരാണിയൂഴിയിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ 6R കഴിഞ്ഞു. ഇനി എന്തെന്നാ 3Lലേക്ക് പോകുമ്പോൾ AAI. അപ്പൊ എ വെച്ചിട്ട് എരുമ. ഉകാരം നമുക്ക് ഉപയോഗിക്കാമല്ലോ. നമ്മൾ പഠിച്ചു. ഇനിയോ എലി. ഓക്കെ, അതിന്റെ ചിഹ്നം എന്താ? പുള്ളി. എവിടെ? ഇടതുഭാഗത്ത്. പെരുമ, പെരുമാൾ. വാചകമാണെങ്കിലോ എവിടെയാണെൻ മധുര ഹൃദയമീയൂഴിയിൽ, അല്ലെങ്കിൽ എവിടെയാണെൻ മധുര ഹൃദയമീ ഭൂമിയിൽ. എല്ലാ ചിഹ്നവും ഉണ്ട്. ഒറ്റ വാക്കാണ്. എവിടെ. അവിടെ ഇതൊക്കെ വന്നു. വള്ളി വന്നു, എ പുള്ളിയും വന്നു. എവിടെയാണെൻ, അപ്പോഴോ ആ വന്നു, വീണ്ടും എ വന്നു. മധുര ഉകാരം വന്നു. ഹൃദയമീയൂഴിയിൽ ഋകാരം വന്നു, ഉകാരം വന്നു, ഈ വന്നു, ഊ വന്നു, ഏ. അവിടെയും ഇടതുഭാഗത്താണ് ചിഹ്നം കേട്ടോ. വാക്ക് വെച്ച് എ വെച്ചിട്ടാണെങ്കിൽ ഏണി, ഏരിയ, ഏഷണി എന്നൊക്കെ എഴുതാം. ചിഹ്നം എന്താ? കെട്ടുപുള്ളി. എവിടെ? ഇടതുഭാഗത്ത്. ചേര, പേശികൾ, സേമിയ, ചേരിചേര. വാചകമാണെങ്കിലോ ജീവനേകുമെൻ കൃഷിഭൂമിയിൽ ആരുമേ തീയിടരുതേ. ജീവനേകുമെൻ, നമുക്കൊക്കെ ജീവൻ തരുന്ന കൃഷിഭൂമിയിൽ ആരും പോയി തീയിടരുതെന്നാ പറയണത്. അവിടെ എന്താ എല്ലാം വന്നിട്ടുണ്ട്. ജീവനേകുമെൻ എന്നുള്ളതിൽ ഈ എ ഉ എ. കൃഷിഭൂമിയിൽ അവിടെ എന്താ? ഋ ഇ ഊ ഇ. ആരുമേ ഏകാരം വന്നു. തീയിടരുതേ. എല്ലാ ചിഹ്നങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അർത്ഥമുള്ള വാക്കുമാണ്. അടുത്തത് ലാസ്റ്റത്തെ ഇടതുവശത്തുള്ള ചിഹ്നമുള്ള വാക്ക് അക്ഷരത്തിലോട്ട് പോകുന്നു. ഐ. ഐക്ക് തന്നെ ഒരു ചിഹ്നം വന്നു. ചിഹ്നം പുള്ളി. അപ്പൊ പഞ്ചായത്തിൽ ശബ്ദം കൊടുക്കുമ്പോൾ 2 പുള്ളികൾ ചേർത്താൽ മതി. ഇരട്ടപ്പുള്ളി. ഇനി ഐ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഐവർ, ഐട്ടൺ, ഐസർ എന്നൊക്കെ പറയാം. വാക്കാണെങ്കിലോ തൈ, കൈ, പൈ, പൈതൽ. കുറേ വാക്കുകൾ ഐ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിന്റെ വാക്കുണ്ടാക്കണം, വാചകം ഉണ്ടാക്കണം അല്ലെ. കേട്ടോളൂ. മൈസൂർ നൃപനെ കാണാനായി വീരശൂര സേനാപതിയുടൻ വരിക. മൈസൂരിലെ രാജാവിനെ കാണാനായിട്ട് സേനാപതി ചെല്ലണം. പക്ഷെ സേനാപതിനെ വെറുതെ അല്ല, വീരശൂരനാക്കിയിട്ടാണ് അഭിസംബോധന ചെയ്ത് പറയുന്നത്. മൈസൂർ നൃപനെ കാണാനായി വീരശൂര സേനാപതിയുടൻ വരിക. എല്ലാ ചിഹ്നവും ഉണ്ട്, കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഏതാണ്? അടുത്ത ജംഗ്ഷൻ നമ്മുടെ 2S. അവിടെയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. മലയാള ഭാഷ സ്വരചിഹ്നങ്ങളിൽ ശബ്ദം കൊടുക്കുമ്പോൾ ഇടതും വലതും ചിഹ്നമുള്ള 2 സ്വരങ്ങൾ. ഓ ഓ. അവിടെ നമ്മൾ പൂക്കളായിട്ടാണ് ചെടിയിൽ കാണിച്ചേക്കുന്നത് അല്ലെ. ഇടതായി വേണം ഒരു എ ചിഹ്നം, ശേഷം അതാവണം ആ ചിഹ്നം. അതാണ് ഓ. ഓ ആണെങ്കിലോ ഇടതായി വേണം ഒരു എ ചിഹ്നം, ശേഷം അതാവണം ആ ചിഹ്നം. അതാണ് ഓ. അപ്പൊ നമുക്ക് ആദ്യം ഓ എടുക്കാം. നമ്മുടെ 2S. ഒരുമ, ഒരിതൾ, ഒരില.
തൊടി, പൊടി, കൊടി, ചൊടി. ഇഷ്ടംമാരെ വാക്കുകൾ ഓ ശബ്ദം കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഇടതും വലതും ചിഹ്നം. ഇനി വാചകം നോക്കാം. നീതു, കുട്ടിയുടെ പേരാണ് നീതു. തൊടിയിലൂടെ, നീതു തൊടിയിലൂടെ, തൊടി എന്ന് പറഞ്ഞാൽ തോട്ടം, തൊടിയിലൂടെ ജൈവ കൃഷിയാലേ, ജൈവ കൃഷിയാലേ മാതൃകാ കർഷകയായി. നീതു തൊടിയിലൂടെ ജൈവ കൃഷിയാലേ മാതൃകാ കർഷകയായി. ജൈവ കൃഷി ചെയ്ത് നീതു മാതൃകാ കർഷകയായി. എവിടെയാണ് ചെയ്തത്? സ്വന്തം തൊടിയിൽ, തോട്ടത്തിൽ. ഓക്കെ. അടുത്തത് ഓ. അവിടെ എന്താ ചേരണം? വലുതായൊരു എ ചിഹ്നം, ശേഷം അതാവണം ആ ചിഹ്നം. അതാണ് ഓ. ഓല, ഓമന. അതാണ് ഓ ശബ്ദം, ഓ അക്ഷരം വെച്ചിട്ട്. വാക്കാണെങ്കിലോ മോഹിനി, ചോതി, സോറി എടുക്കാം അല്ലെ. ഓ വെച്ചിട്ടുള്ള ഒറ്റൊരു സെന്റൻസ്. ലോകൈകനാഥനാൽ, ലോകത്തിന്റെ അതിനാഥനാൽ, മാനവരേക മനമോടെ, മാനവരെല്ലാം ഒരേ മനസ്സോടെ, ഹൃദയ വിശാലതയോടെ, ഹൃദയം നല്ല വിശാലമായ ഹൃദയത്തോടെ, വാഴും ഒരു നാൾ ഈ ഭൂവിൽ വരുമോ. എന്നുകൂടി പറയാം. ലോകൈകനാഥനാൽ മാനവരേക മനമോടെ ഹൃദയ വിശാലതയോടെ വാഴും ഒരു നാൾ ഈ ഭൂവിൽ വരുമോ. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരുമേ ഒരു മനസ്സോടുകൂടി ഹൃദയം വിശാലമാക്കിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാൾ വരുമോ എന്നാണ്. വരുമോ? ലോകൈകനാഥന് മാത്രം അറിയാം അല്ലെ. അപ്പൊ നമ്മളുടെ ആ പ്ലസ് കഴിഞ്ഞു. 1s, 6r, 3l, 2s. ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ ക കാ കി കീ കു കൂ തൃ കെ കേ കൈ കൊ കോ. വാക്കാണെങ്കിലോ തറ, താര, തിര, തീ, തുറ, തൂൺ, തൃഷ, തെരുതെരെ, തേടി, തൈ, തൊടി, തോൽ. എന്ന് ചോദിച്ചാൽ പറയുക ആ. 2s ഓ ഓ ഓ. 6r ആ ഇ ഈ ഉ ഊ ഋ. 3l എ എ ഐ. പെട്ടെന്ന് മനസ്സിൽ ചിഹ്നങ്ങൾ വരണം കേട്ടോ. തൽക്കാലം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നാളെ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ അടുത്ത 3 ആളുകളെയും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണിനടിയിലോട്ട് പോകാം. ഓക്കെ.